നമസ്കാരം. 100 ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ആദ്യം പ്രധാന വാർത്തകൾ. മനം നിറച്ച് പൂരപ്പൊലിമ, കുടമാറ്റത്തിന്റെ നിറച്ചാർത്തിൽ അലിഞ്ഞ് ജനസാഗരം. ഇലഞ്ഞിത്തറയിൽ മേളപ്പെരുമ തീർത്ത് കിഴക്കൂട്ട് അനിയന്മാരാരും സംഘവും. പ്രൗഢഗംഭീരമായി മഠത്തിൽ വരവ്, ഇനി വിണ്ണിലെ വിസ്മയത്തിനായി കാത്തിരിപ്പ്. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ വെടിക്കെട്ട് പുലർച്ചെ 3 മണിക്ക്. സമഗ്ര കവറേജുമായി ടീം 24. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനോട് ചോദ്യങ്ങളുമായി ഐക്യരാഷ്ട്രസഭ. ആക്രമണത്തിൽ ലഷ്കർ ഇ തോയ്ബയ്ക്ക് പങ്കുണ്ടോ എന്ന് UN. പാക് മിസൈൽ പരീക്ഷണത്തിൽ കടുത്ത ആശങ്ക അറിയിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണയെന്ന് ആവർത്തിച്ച് അമേരിക്ക. ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നടപടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഖത്തറും. രാജ്യവ്യാപകമായി നാളെ നടക്കുന്ന സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി കേന്ദ്രം. നാളെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മോക്ക് ഡ്രിൽ. സംസ്ഥാനത്തെ അണക്കെട്ടുകൾക്കും വൈദ്യുതോൽപാദന കേന്ദ്രങ്ങൾക്കും സുരക്ഷ കൂട്ടാൻ കേന്ദ്ര നിർദ്ദേശം. പ്രധാനമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. ഭീകരാക്രമണം നടക്കുമെന്ന് 3 ദിവസം മുമ്പ് വിവരം കിട്ടിയതിനാൽ മോദിയുടെ കശ്മീർ യാത്ര റദ്ദാക്കിയെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ. ചെനാബ് നദിയിലെ ജലം ഇന്ത്യ തുറന്നുവിട്ടതിന് പിന്നാലെ പാകിസ്ഥാനിൽ പ്രളയ മുന്നറിയിപ്പ്. സിയാൽകോട്ടടക്കം പഞ്ചാബ് പ്രവിശ്യയിലാണ് മുന്നറിയിപ്പ്. നദിക്കരയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ നിർദ്ദേശം. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും UK-യും. കരാറിലൂടെ പ്രധാന വസ്തുക്കളുടെ തീരുവ ഒഴിവാക്കും. ചരിത്രപരമായ നാഴികക്കല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർണായക കരാർ നിലവിൽ വന്നത് 3 വർഷം നീണ്ട ചർച്ചകൾക്കൊടുവിൽ. ഭീകരാക്രമണമുണ്ടായ പഹൽഗാമിലെ ബൈസുരൻ വാലിയിൽ ഭീകരവാദിയെന്ന് സംശയിക്കുന്ന ഒരാൾ കസ്റ്റഡിയിൽ. അഹമ്മദ് ബിലാൽ പിടിയിലായത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുമായി. രാജസ്ഥാനിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ നാളെ വ്യോമസേനയുടെ അഭ്യാസം. മേഖലയിൽ നാളെ നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചു. കെ സുധാകരന്റെ കടുത്ത നിലപാടിന് പിന്നാലെ നേതൃമാറ്റ ചർച്ചകളിൽ വഴിമുട്ടി ഹൈക്കമാൻഡ്. തർക്കം അവസാനിപ്പിക്കാൻ ഇടപെട്ട് രാഹുൽ ഗാന്ധി. നേതൃത്വം തീരുമാനിക്കട്ടെയെന്നും പറയാനുള്ളത് പിന്നീട് പറയാമെന്നും കെ സുധാകരൻ. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ മാറ്റണമെന്ന സുധാകര പക്ഷം. കോൺഗ്രസിലെ അസ്വാരസ്യങ്ങളിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തി. KPCC അധ്യക്ഷ ചർച്ചയിൽ കത്തോലിക്ക സഭ ഇടപെട്ടെന്ന വാർത്തകൾ തള്ളി മുഖപത്രമായ ദീപിക. കോൺഗ്രസ് നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് ദീപികയിൽ മുഖപ്രസംഗം. അധ്യക്ഷന്റെ മതമല്ല മതേതരത്വമാണ് മുഖ്യം എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം. ഭരണത്തിലെത്തുമെന്ന് തോന്നിയപ്പോൾ ഉള്ള കലാപമാണ് കോൺഗ്രസിലേതെന്നും വിമർശനം. ദേവികുളം MLA A. രാജയുടെ തിരഞ്ഞെടുപ്പ് വിജയം ശരിവെച്ചു സുപ്രീംകോടതി. ഹൈക്കോടതി വിധി റദ്ദാക്കി. A. രാജയ്ക്ക് സംവരണ സീറ്റിൽ മത്സരിക്കാൻ അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ നൽകാൻ ഉത്തരവ്. വിധിയിൽ സന്തോഷമെന്ന് A. രാജ 24-നോട്. ജനങ്ങളുടെ കോടതിയിൽ രാജ കുറ്റക്കാരനെന്ന് UDF സ്ഥാനാർത്ഥിയും ഹർജിക്കാരനുമായ D. കുമാർ. ഫസ്റ്റ് ഓൺ 24. റാപ്പർ വേടനുമായി ബന്ധപ്പെട്ട പുലിപ്പല്ല് കേസിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി. കോടനാട് റേഞ്ച് ഓഫീസർ അധീഷിനെ സ്ഥലം മാറ്റി. മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റിയത് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചതിന്. വിശദമായ അന്വേഷണത്തിന് വനമന്ത്രി AK ശശീന്ദ്രന്റെ നിർദ്ദേശം. പുതിയ മാർപ്പാപ്പ ആരെന്നറിയാൻ ആകാംക്ഷയുടെ ലോകം. മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള പേപ്പൽ കോൺക്ലേവിന് നാളെ തുടക്കം. യോഗം വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ. വോട്ടവകാശമുള്ള 135 കർദിനാൾമാരിൽ ഇന്ത്യയിൽ നിന്നുള്ള 4 പേരും. 3-ൽ 2 ഭൂരിപക്ഷം ലഭിക്കുന്നയാൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയാകും. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സുതാര്യത ഉറപ്പുവരുത്താൻ സുപ്രധാന നീക്കവുമായി സുപ്രീംകോടതി. 33 ജഡ്ജിമാരിൽ 21 പേരുടെ സ്വത്ത് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് 3.38 കോടി രൂപയുടെ നിക്ഷേപം. ജസ്റ്റിസ് KV വിശ്വനാഥിന് 120 കോടിയുടെ സ്വത്തുക്കൾ. സുപ്രീംകോടതി ജഡ്ജിമാർ സ്വത്ത് വിവരം വെളിപ്പെടുത്തുന്നത് ചരിത്രത്തിലാദ്യം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 15-കാരൻ ആദിശേഖറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പ്രിയരഞ്ജൻ കുറ്റക്കാരൻ. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വിധി പറയുന്നത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. പ്രതി കേതൽ ജിൻസൺ രാജ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും കൊലപ്പെടുത്തിയെന്ന് കേസ്. വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണത്തിൽ IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ കേസെടുക്കാമെന്ന് വിജിലൻസ്.
അന്വേഷണ റിപ്പോർട്ട് ഡയറക്ടർക്ക് കൈമാറി. ബത്തേരിയിലെ സഹകരണ ബാങ്കുകളിൽ നിയമനം നൽകാമെന്നേറ്റ് ലക്ഷങ്ങൾ വാങ്ങി വഞ്ചിച്ചെന്ന് പരാതി. ബില്ലുകളിൽ തീരുമാനമെടുക്കാത്തതിൽ ഗവർണർക്കെതിരെ നൽകിയ ഹർജികൾ പിൻവലിക്കാൻ കേരളം. സുപ്രീം കോടതിയിൽ നൽകിയ ഹർജികൾ ഫലപ്രദമല്ലെന്ന് വിലയിരുത്തൽ. ഹർജി പിൻവലിക്കുന്നതിനെ എതിർത്ത് കേന്ദ്ര സർക്കാർ. വിഷയം നിസ്സാരമല്ലെന്ന് സോളിസിറ്റർ ജനറൽ. കേസ് അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കും. വിഴിഞ്ഞം പദ്ധതിയിൽ അവകാശവാദം ആവർത്തിച്ചു മുഖ്യമന്ത്രി. തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് LDF സർക്കാർ. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ചേട്ടൻ ബാവയും അനിയൻ ബാവയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മാസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് മാർച്ച്. മുഖ്യമന്ത്രിയെക്കുറിച്ച് CPIM സർവീസ് സംഘടന ഡോക്യുമെന്ററി പുറത്തിറക്കുന്നതിൽ തെറ്റില്ലെന്ന് EP ജയരാജൻ. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സുതാര്യത ഉറപ്പുവരുത്താൻ സുപ്രധാന നീക്കവുമായി സുപ്രീം കോടതി. 33 ജഡ്ജിമാരിൽ 21 പേരുടെ സ്വത്ത് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു. പേവിഷബാധയെ തുടർന്നുള്ള മരണങ്ങൾ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘത്തെ നിയോഗിക്കണമെന്ന ഉത്തരവ്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റേതാണ് ഉത്തരവ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ ഇന്നലെ പുകയുയർന്ന സംഭവം പ്രത്യേക കേസായി അന്വേഷിക്കില്ല. അത്യാഹിത വിഭാഗം ബ്ലോക്കിലെ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനൊപ്പമാകും ഇതും അന്വേഷിക്കുക. അതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തം കേന്ദ്രത്തിന്റെ വിദഗ്ധ സംഘം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് MK രാഘവൻ MP. MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ വിജിലൻസിന് കോടതിയുടെ ശകാരം. വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചിരുന്നു. റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയെന്നായിരുന്നു വിജിലൻസ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. ഈ മാസം 12-ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് മേൽനോട്ട സമിതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് സുപ്രീം കോടതി. നിർദ്ദേശങ്ങൾ കേരളവും തമിഴ്നാടും നടപ്പാക്കിയില്ലെന്ന് കോടതി കുറ്റപ്പെടുത്തി. സംസ്ഥാനങ്ങളുടെ നിഷ്ക്രിയത്വം ന്യായീകരിക്കാനാവില്ലെന്നും സുപ്രീം കോടതി. നരേന്ദ്രമോദിയും പിണറായി വിജയനും ചേട്ടൻ ബാവയും അനിയൻ ബാവയും എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഴിഞ്ഞം പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല. ഈ പരിപാടിയിലേക്ക് മോദി വന്നത് സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കാനാണോ എന്നും VD സതീശന്റെ ചോദ്യം. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ സർക്കാർ സ്കൂളുകളിൽ +1-ന് 30% മാർജിനൽ സീറ്റ് വർദ്ധിപ്പിക്കും. എയ്ഡഡ് സ്കൂളുകളിൽ 20% സീറ്റ് വർധന. ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകളിൽ 10% സീറ്റ് വർദ്ധിപ്പിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രം മനുഷ്യത്വപരമായ നിലപാടല്ല സ്വീകരിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. കേന്ദ്രം പണം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. തമിഴ്നാടുമായി ചേർന്ന് സംയുക്ത നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി V ശിവൻകുട്ടി. രാജീവ് ചന്ദ്രശേഖറും KK രാഗേഷും സർക്കാർ വേദിയിലിരുന്നത് രണ്ടും രണ്ട് വിഷയങ്ങളെന്ന് CPIM നേതാവ് EP ജയരാജൻ. ഏത് മുഖ്യമന്ത്രിയായാലും ആ പാർട്ടിയുടെ പ്രതിനിധികൾ വേദിയിലുണ്ടാകും. എന്നാൽ വിഴിഞ്ഞത്ത് ഒരു പാർട്ടിയുടെ നേതാവിനെ മാത്രം ഇരുത്തിയത് ഔചിത്യമില്ലാത്ത നടപടിയെന്ന് EP ജയരാജൻ. കൊച്ചി കോർപ്പറേഷൻ കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ബിൽഡിംഗ് ഇൻസ്പെക്ടർ A സ്വപ്ന വിജിലൻസ് കസ്റ്റഡിയിൽ തുടരുന്നു. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയാണ് സ്വപ്നയെ 3 ദിവസം കസ്റ്റഡിയിൽ വിട്ടത്. കെട്ടിടം നിർമ്മിക്കുന്നതിന് പെർമിറ്റ് ആവശ്യപ്പെട്ടെത്തിയ എറണാകുളം സ്വദേശിയിൽ നിന്ന് കൈക്കൂലിയായി വാങ്ങിയത് 15,000 രൂപ. എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ ഒരു വിഭാഗം വിശ്വാസികളുടെ പ്രതിഷേധം. മാർ ജോസഫ് പാംപ്ലാനി ഏകാധിപത്യ നിലപാട് നടപ്പിലാക്കുന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധം. സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ വ്ലോഗർ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിക്ക് ജാമ്യം. നടിമാരെ അപമാനിച്ചെന്ന പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പിന്റെ ലോഗോ പ്രകാശനം കായിക മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ ഇതാദ്യമായാണ് മാധ്യമപ്രവർത്തകർക്കുള്ള വടംവലി മത്സരം സംഘടിപ്പിക്കുന്നത്. പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ച് ഉത്തരമേഖലാ വടംവലി മെയ് 21-ന്. വെഞ്ഞാറമൂട്ടിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരിയായ വയോധിക മരിച്ചു. മരിച്ചത് ആലിയാട് സ്വദേശിനി
ജഗദമ്മ. അപകടം മൈലക്കുഴിയിൽ. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ലോറിക്ക് പിറകിൽ സ്കൂട്ടറിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് ഉപ്പള സ്വദേശി കൽപേഷ്. കണ്ണൂരിൽ തെരുവ് വിളക്കിന്റെ സോളാർ പാനൽ പൊട്ടി വീണ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. കീഴറ സ്വദേശി ആദിത്യൻ EP ആണ് മരിച്ചത്. അപകടം ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ. കാർ വിൽപ്പനയ്ക്കുണ്ടെന്ന് സമൂഹ മാധ്യമം വഴി പരസ്യം നൽകി പണം തട്ടിയ കേസിൽ യുവാവ് പിടിയിൽ. പോലീസ് അറസ്റ്റ് ചെയ്തത് കുമ്പളം പനങ്ങാട് ചൂളക്കൽ വീട്ടിൽ അനൂപ് ആന്റണിയെ. തിരുവനന്തപുരം തൂങ്ങാമ്പാറ വിവാഹ സൽക്കാരത്തിനിടെ യുവാവിന് കുത്തേറ്റ സംഭവത്തിൽ പ്രതി കണ്ണൻ അറസ്റ്റിൽ. പ്രതിയെ പിടികൂടിയത് വിഴിഞ്ഞത്തുനിന്ന്. വ്യവസായ രംഗത്ത് കഴിവ് തെളിയിച്ച 10 പേരെ ആദരിച്ച് തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഐക്കോണിക് ബിസിനസ് ബ്രാൻഡ് അവാർഡ് മുരളിയ ഡയറി ഉൽപ്പന്നങ്ങളുടെ സ്ഥാപകൻ മുരളീധരന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമ്മാനിച്ചു. അവാർഡ് ദാന ചടങ്ങിൽ ശശി തരൂർ MP, സ്പീക്കർ AN ഷംസീർ, മന്ത്രി KB ഗണേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ വിജിലൻസ് പിടിയിൽ. പിടിയിലായത് പായം വില്ലേജിലെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ കുണ്ടറ സ്വദേശി ബിജു അഗസ്റ്റിൻ. നോക്കാം പ്രധാന അറിയിപ്പുകൾ. മല്ലപ്പള്ളി IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അധ്യാപക ഒഴിവ്. ബോട്ടണി, സുവോളജി, കെമിസ്ട്രി വിഷയങ്ങളിലേക്ക്. അഭിമുഖം ഈ മാസം 8-ന്. കോട്ടയം വെള്ളൂർ സിറ്റിസൺ ഫോറവും പബ്ലിക് ലൈബ്രറിയും ചേർന്ന് വിദ്യാർത്ഥികൾക്കായി പ്രതിഭയുണർത്തൽ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. ക്ലാസ് നടക്കുക 20 വിദ്യാർത്ഥികൾക്കായി. ക്ലാസ് ഈ മാസം 18-ന് ആരംഭിക്കും. കോട്ടയം ലാക്കാട്ടൂർ ബസേലിയസ് കോളേജ് നാഷണൽ സർവീസ് സ്കീം കുട്ടികൾക്കായി അവധിക്കാല ക്യാമ്പ് നടത്തുന്നു. ക്യാമ്പ് നടക്കുക ഈ മാസം 10-ന്. എറണാകുളം കോഴിപ്പള്ളി സെയിന്റ് പീറ്റേഴ്സ് UP സ്കൂളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 9-ന്. എറണാകുളം മണിയുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഷീ ജിംനേഷ്യത്തിലേക്ക് വനിതാ പരിശീലക ഒഴിവ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 12. തൃശൂർ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ അധ്യാപക ഒഴിവ്. ഹിന്ദി, ബോട്ടണി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലാണ് ഒഴിവ്. അഭിമുഖം ഈ മാസം 8-ന്. കോഴിക്കോട് കെൽട്രോണിൽ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അക്കൗണ്ടിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. മലപ്പുറം നിലമ്പൂർ ടൂറിസ്റ്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ടൂറിസം കോൺക്ലേവിന് ലോഗോ ക്ഷണിക്കുന്നു. ലോഗോ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 7. ഭീകരതയ്ക്കെതിരെ പോരാടുന്നതിന് ഇന്ത്യക്ക് ഊർജ്ജവും വിഭവങ്ങളും നൽകി സഹായിക്കുമെന്ന് അമേരിക്ക. ഇന്ത്യ ഭീകരതയ്ക്കെതിരെ നിലകൊള്ളണമെന്നും US പ്രതിനിധി സഭാ സ്പീക്കർ മൈക്ക് ജോൺസൺ വ്യക്തമാക്കി. സിന്ധു നദീതടത്തിൽ വമ്പൻ ജലവൈദ്യുത പദ്ധതിയുമായി ഇന്ത്യ. 12 ജിഗാവാട്ട് ജലവൈദ്യുത പദ്ധതികൾക്ക് സാധ്യതാ പഠനം നടത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിർദ്ദേശിച്ചു. തമിഴ്നാട് തഞ്ചാവൂരിലെ BJP വനിതാ നേതാവിന്റെ കൊലപാതകത്തിന് പിന്നിൽ 2ാം ഭർത്താവെന്ന് കണ്ടെത്തൽ. സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ ഭർത്താവ് ബാലൻ, ആദ്യ ഭാര്യ രാജി, മകൻ കപിലൻ എന്നിവർ കീഴടങ്ങി. രാജസ്ഥാനിലും ഒഡീഷയിലും ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾക്ക് തത്വത്തിൽ അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അംഗീകാരം നൽകിയത് രാജസ്ഥാനിലെ കോട്ടയിലും ഒഡീഷയിലെ പുരിയിലുമായാണ് വിമാനത്താവളങ്ങൾ. ഉത്തർപ്രദേശിലെ അമേഠിയിൽ വിവാഹവേദിയിൽ തന്തൂരി റൊട്ടിയെ ചൊല്ലി സംഘർഷം. 2 പേർ കൊല്ലപ്പെട്ടു. വിവാഹത്തിനിടെ ഭക്ഷണത്തെ ചൊല്ലി തർക്കമുണ്ടായതോടെ അതിഥികൾ ചേരിതിരിഞ്ഞ് അടിക്കുകയായിരുന്നു. അഗ്നിവീർ വിഭാഗക്കാർക്ക് പോലീസ് റിക്രൂട്ട്മെന്റിൽ സംവരണ ക്വാട്ട വർദ്ധിപ്പിച്ച് ഹരിയാന. സംവരണ ക്വാട്ട 10-ൽ നിന്ന് 20% വർദ്ധിപ്പിച്ചു. തീരുമാനം മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ. CBI ഡയറക്ടർക്ക് കാലാവധി നീട്ടി നൽകിയേക്കും. പ്രഭു സൂദിന് 1 വർഷത്തെ കാലാവധി നീട്ടി നൽകാൻ സാധ്യത. പുതിയ CBI ഡയറക്ടറെ തീരുമാനിക്കാനുള്ള യോഗത്തിൽ സമവായത്തിലെത്താനായില്ല. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ കുടുംബത്തെ സന്ദർശിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ പ്രതിപക്ഷം സർക്കാരിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്നും രാജ്യം മുഴുവൻ നീതിക്കായി കാത്തിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി. ബീഹാറിൽ വാഹനാപകടം. കാറും ട്രക്കും കൂട്ടിയിടിച്ച് 8 പേർക്ക് ദാരുണാന്ത്യം, 2 പേർക്ക് പരിക്ക്.
ഗുജറാത്തിൽ നദിയിൽ മുങ്ങി 4 പേർക്ക് ദാരുണാന്ത്യം. അമ്രേലിയിലെ ഷെത്രുജി നദിയിലാണ് സംഭവം. ഇനി രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ ഇസ്രയേൽ വ്യോമാക്രമണം, 54 പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേലിന്റെ ഗസ ഉപരോധം 65-ാം ദിവസത്തിലേക്ക്. ഇന്ത്യ പാക് ബന്ധം സംഘർഷഭരിതമായ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ വ്യോമപാത ഒഴിവാക്കി അന്താരാഷ്ട്ര വിമാനങ്ങൾ. എയർ ഫ്രാൻസ്, ലുഫ്താൻസ തുടങ്ങിയ വിമാന കമ്പനികൾ പാകിസ്ഥാൻ വ്യോമാതിർത്തി ഒഴിവാക്കി. സിഡ്നിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നോൺ സ്റ്റോപ്പ് വിമാന സർവീസ് ആരംഭിക്കും. 2027 ആദ്യ പകുതിയിലാകും സർവീസ് ആരംഭിക്കുക. അമേരിക്കയിലെ ഏറ്റവും ക്രൂരരും അക്രമാസക്തരുമായ കുറ്റവാളികളെ പാർപ്പിക്കുന്ന കുപ്രസിദ്ധമായ അൽക്കാട്രാസ് ജയിലിൽ പുനർനിർമ്മിക്കാൻ ഉത്തരവിട്ട പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുനർനിർമ്മാണത്തിന് ശേഷം വീണ്ടും ജയിൽ തുറക്കാനും ഫെഡറൽ ബ്യൂറോ ഓഫ് പ്രിസൺസിന് നിർദ്ദേശം. നാസയുടെ ചാന്ദ്ര പദ്ധതികളിലെ വെട്ടിക്കുറയ്ക്കൽ ഉൾപ്പെടെ US ബജറ്റ് നിർദ്ദേശങ്ങളുടെ ആഘാതം പഠിക്കാൻ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി. ജൂണിൽ നടക്കുന്ന യോഗത്തിൽ ESAയുടെ ഗവേണിംഗ് കൗൺസിലിലെ മന്ത്രിമാർ വിഷയം ചർച്ച ചെയ്യുമെന്ന് യൂറോപ്യൻ ഏജൻസി. പുനരുപയോഗിക്കാവുന്ന ഹൈപ്പർസോണിക് റോക്കറ്റുകളുടെ പരീക്ഷണ വാഹനത്തിന്റെ 2ാമത്തെ പരീക്ഷണം വിജയകരമെന്ന് പെന്റഗൺ. ഇത് US-ന്റെ ഹൈപ്പർസോണിക് പദ്ധതികളുടെ വേഗത്തിലുള്ള വികസനം സാധ്യമാക്കുമെന്ന് വിലയിരുത്തൽ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയുമായി കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ച പാരീസിൽ. അന്വേഷണാത്മക റിപ്പോർട്ടിംഗിനുള്ള പുലിസ്റ്റർ പുരസ്കാരം നേടി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ്. ന്യൂയോർക്ക് ടൈംസ് 4 പുലിസ്റ്റർ പുരസ്കാരങ്ങളും ന്യൂയോർക്കർ മാഗസിക 3 പുരസ്കാരങ്ങളും നേടി. നിക്ഷേപം ശക്തിപ്പെടുത്താനും തീരുവ ഭീഷണി ഒഴിവാക്കാനും തായ്വാൻ വിദേശകാര്യമന്ത്രി US-ലേക്ക്. സന്ദർശനം തായ്വാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് US 32% ഇറക്കുമതി തീരുവ ചുമത്തി മരവിപ്പിച്ച സാഹചര്യത്തിൽ. കുട്ടികളുടെ ക്യാൻസർ പ്രോഗ്രാമിനായി ഫണ്ട് സ്വരൂപിക്കാൻ കിഴക്കൻ നേപ്പാളിലെ മകാലു പർവ്വതത്തിൽ കയറുന്നതിനിടെ അമേരിക്കൻ പർവ്വതാരോഹകൻ മരിച്ചു. പർവ്വതാരോഹണ സീസണിലെ 2ാമത്തെ മരണമാണിത്. ഇനി നോക്കാം ബിസിനസ് വാർത്തകൾ. ആസാദ് എഞ്ചിനീയറിംഗ് ഓഹരികളിൽ വർധന. ഇന്ന് വിപണിയിൽ 4% വർധന രേഖപ്പെടുത്തി. സൂപ്പർ മാർക്കറ്റ് ഡിമാർട്ടിന്റെ 4ാം പാദ ഓഹരിയിൽ ഇടിവ്, 2% ഇടിവ് രേഖപ്പെടുത്തി. ഓസ്ട്രേലിയയിലെ ക്വാണ്ടാസ് എയർവേസിന്റെ ഓഹരികൾ ഉയർന്നു. 5% ആയി ഉയർന്നത് ഒരു മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. US ആസ്ഥാനമായുള്ള IT കമ്പനിയായ കോഗ്നിസന്റിന്റെ 1ാം പാദ വരുമാനം വർദ്ധിച്ചു. 7.45% വർധനയാണ് രേഖപ്പെടുത്തിയത്. ATM ഇടപാടിന്റെ ഫീസിൽ വർധന 21 രൂപയിൽ നിന്ന് 23 രൂപയായി വർദ്ധിച്ചു. ATM ഇന്റർചേഞ്ച് ഫീസ് തീരുമാനിക്കാൻ ATM നെറ്റ്വർക്കുകളെ അനുവദിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ടാറ്റ അൾട്രോസ് ഫേസ് ലിഫ്റ്റിന്റെ ടീസർ പുറത്ത്. കാർ ലോഞ്ച് ചെയ്യുക ഈ മാസം 22-ന്. കൊടക് മഹീന്ദ്ര ബാങ്കിന്റെ 4ാം പാദത്തിൽ അറ്റാദായത്തിൽ കുറവ്, 5% കുറവാണ് രേഖപ്പെടുത്തിയത്. നോക്കാം കായിക വാർത്തകൾ. വാങ്കഡെ സ്റ്റേഡിയത്തിലെ സ്റ്റാൻഡുകളിലൊന്നിന് രോഹിത് ശർമ്മയുടെ പേര് നൽകുന്ന ചടങ്ങ് ഈ മാസം 13-ന്. ഇന്ത്യൻ ക്രിക്കറ്റിനുള്ള രോഹിത്തിന്റെ സംഭാവന പരിഗണിച്ചാണ് തീരുമാനം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിക്ക് വധഭീഷണി സന്ദേശം ലഭിച്ച കേസിൽ അന്വേഷണം തുടങ്ങി UP പോലീസ്. ഇമെയിൽ വഴി താരത്തിന് വധഭീഷണി സന്ദേശം ലഭിച്ചത് മെയ് 4-ന്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ആശ്വാസം. നായകൻ രജത് പട്ടിദാറിന്റെ പരുക്ക് ഗുരുതരമല്ലെന്നും അടുത്ത മത്സരത്തിൽ കളിക്കുമെന്നും റിപ്പോർട്ട്. UEFA ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിലെ ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. സെമിഫൈനലിൽ 2ാം പാദത്തിൽ ബാഴ്സലോണ ഇന്റർ മിലാൻ വമ്പൻ പോരാട്ടം. രാത്രി 12:30. ആദ്യപാദ മത്സരം 3-3 സമനിലയിൽ അവസാനിച്ചിരുന്നു. ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ ഇന്റർ മിലാനെതിരെ ബാഴ്സയ്ക്കായി റോബർട്ട് ലെവൻഡോവ്സ്കി ആദ്യ 11-ൽ ഇറങ്ങില്ലെന്ന സൂചനയുമായി ഹാൻസി ഫ്ലിക്ക്. താരത്തിന്റെ പരുക്ക് പരിഗണിച്ചാണ് തീരുമാനം. ബ്രൂണോ ഫെർണാണ്ടസിനെ റാഞ്ചാൻ സൗദി ക്ലബ് അൽ ഹിലാൽ.
വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും. ഇനി സാംസ്കാരിക സിനിമാ വാർത്തകൾ. മലയാള ചിത്രം കൂടലിന്റെ പോസ്റ്റർ പുറത്ത്. ഷാനു കാക്കൂരും ഷാഫി ഇപ്പിക്കാടും ചേർന്നാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ബിബിൻ ജോർജ് നായകനാകുന്ന ചിത്രത്തിൽ മറീന മൈക്കിൾ, റിയ ഇഷ, അനൂസ് സോനോര, നിയ വർഗീസ് എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. വീണ്ടും സംവിധാന രംഗത്തേക്ക് ജോജു ജോർജ്. ആദ്യ സംവിധാനത്തിലിറങ്ങിയ പണിയുടെ രണ്ടാം ഭാഗമായാണ് ജോജു ജോർജ് എത്തുന്നത്. ഡിസംബർ മാസത്തോടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് ജോജു സോഷ്യൽ മീഡിയ വഴി അറിയിച്ചു. ഹൊറർ ത്രില്ലറായ ചിത്രം വടക്കൻ OTT-യിൽ സജീദ് എ ആണ് ചിത്രത്തിന്റെ സംവിധായകൻ. ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത് കിഷോർ, സ്വാതി എന്നിവരാണ്. താരേ സമീൻ പറിന്റെ അപ്ഡേറ്റുമായി ആമിർ ഖാൻ. 2007 പുറത്തിറങ്ങിയ താരേ സമീൻ പറിന്റെ തുടർച്ചയാണ് സീതാരേ സമീൻ പർ എന്നാണ് വിവരം. അടുത്ത മാസം 20-ന് ചിത്രം റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ. തൃശൂർ പൂരത്തിന്റെ ഭാഗമായ പകൽപൂരം നടക്കുന്നതിനാൽ തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും നാളെ ഉച്ചവരെ ഗതാഗത നിയന്ത്രണം. സ്വരാജ് റൗണ്ടിൽ പുലർച്ചെ 5 മുതൽ പൂരച്ചടങ്ങുകൾ അവസാനിക്കുന്നതുവരെ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. തിരുവനന്തപുരം നഗരത്തിൽ നാളെയും ജലവിതരണം തടസ്സപ്പെടും. തിരുമല, കരമന സെക്ഷനുകളിൽ ഉൾപ്പെട്ട PTP നഗർ, മരുതൻകുഴി തുടങ്ങിയ വിവിധ മേഖലകളിൽ നാളെ ഭാഗികമായി ജലവിതരണം തടസ്സപ്പെടും. സംസ്ഥാനത്ത് നാളെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യത. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. മൂവാറ്റുപുഴയിൽ നഗര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നാളെ പുലർച്ചെ 2 വരെ MC റോഡിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. വാഹനങ്ങൾ മറ്റ് ഇടറോഡുകളിലൂടെ തിരിച്ചുവിടും. കണ്ണൂരിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ട്രാൻസ്മിഷൻ പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തി നടക്കുന്നതിനാൽ വലിയ വെളിച്ചം ചീരാറ്റ റോഡിൽ നാളെ മുതൽ ഗതാഗതം തടസ്സപ്പെടും. വാഹനങ്ങൾ വലിയ വെളിച്ചം വജ്ര കൺവെൻഷൻ സെന്ററിന് മുന്നിലൂടെ കാര്യാട്ടുപുറം വഴി പ്രധാന റോഡിൽ പ്രവേശിക്കണം. എറണാകുളത്ത് സഹകരണ പെൻഷൻകാരുടെ മസ്റ്ററിംഗ് ബയോമെട്രിക്കിലേക്ക് മാറ്റുന്നതിനുള്ള പെൻഷൻ ബോർഡിന്റെ ജില്ലയിലെ സിറ്റിംഗ് നാളെ മുതൽ 9-ാം തീയതി വരെ നടക്കും. നാളെ മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഹാളിലാണ് മസ്റ്ററിംഗ്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. കോട്ടയം കറുകച്ചാലിൽ യുവതി വാഹനമിടിച്ചു മരിച്ച സംഭവം കൊലപാതകമെന്ന സൂചന. മരിച്ചത് കറുകച്ചാലിൽ വാടകയ്ക്ക് താമസിക്കുന്ന നീതു. ആൺസുഹൃത്തായ അൻഷാദ് പോലീസ് കസ്റ്റഡിയിൽ. തിരുവനന്തപുരം വെള്ളറടയിൽ ബസ്സിനടിയിൽപ്പെട്ട് വയോധിക മരിച്ചത് മാങ്കോട് സ്വദേശി സുന്ദരി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.